പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾക്ക് എതിർക്കാം, ആക്ഷേപിക്കാം, വിമർശിക്കാം. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിലും നിങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ഒരു ഷോയുടെ വിന്നർ എന്ന നിലയിലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം, ഈ നിങ്ങൾ വിമർശിക്കുമ്പോഴും ആ വിമർശനത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ, അതായത് ഒരാളൊരു തെറ്റ് ചെയ്തതിനെ തുടർന്ന് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ കഴിയുന്നതാണ്, തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നതുമാണ്. അത് ഞാൻ ചെയ്തത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ പതിയെ പതിയെ ആഘോഷത്തിന് വേണ്ടി, അതായത് കണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഭാഗം നേരത്തെ റീച്ചിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്ന തുണിയടിച്ചിട്ടുള്ള ആട്ടലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നേരെ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ പോലും 1.5-2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതിൽ പല ആൾക്കാരും പറയുന്നു പ്രസവത്തെ എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളെന്നാണോ നിങ്ങൾ എന്നെക്കുറിച്ച് ധരിച്ചിരിച്ചിരിക്കുന്നത്? പ്രസവം വേദന ഇല്ല എന്നും അല്ലെങ്കിൽ അത് വേദന ഉള്ളതാണെന്ന് ലോകത്താരെങ്കിലും അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അതൊരു വേദന നിറഞ്ഞ പ്രോസസ്സാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാമെന്നും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞാലും നിങ്ങൾ അത് മനസ്സിലാക്കാതെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അല്ല എന്നും അമ്മ എന്ന് പറയുന്ന മാതൃത്വത്തിന്റെ മൂല്യത്തെയാണ് ഞാൻ സന്തോഷപൂർവ്വം പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാതെ വീണ്ടും 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 വന്നിരുന്നിട്ട് ഒരേ കാര്യം എന്റെ അടുത്ത് ആവർത്തിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയാനല്ല. ഇപ്പോൾ പുതിയൊരു സൂക്കേട് തുടങ്ങിയിരിക്കുന്നത് ലക്ഷ്മി, ഇതിനു മുമ്പ് ഞാനും ലക്ഷ്മിയും കൂടെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകൾ അടർത്തിയെടുത്തിട്ട് എടി നീ അങ്ങ് ഇവിടെ കിടന്ന് നരകിക്കുകയാണെന്നാണ്, കുടുംബമില്ലാത്ത, ഭർത്താക്കന്മാരെ റെസ്പെക്ട് ചെയ്യാത്ത, അച്ഛനെ അമ്മയെ റെസ്പെക്ട് ചെയ്യാത്ത, സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറെ തെണ്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മക്കളെ എന്റെ മക്കളും പറയും, എന്റെ ഭാര്യയും പറയും. ഞാൻ എന്തിനാണ് ഇവരെ ലൈവ് വിളിച്ചിരുത്തിയെന്ന് പോലും ആക്ച്വലി ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മക്കള് പറ, എന്റെ മക്കള് പറ, അച്ഛൻ എങ്ങനാന്ന് പറ. അച്ഛൻ ലക്ഷ്മി വഴക്ക് പറയാറുണ്ടോ? ഇല്ല. നീയാണോ പറയേണ്ടത്? ഞാൻ പൊന്നിനോടോ ചോദിച്ചത്? എന്റെ മക്കള് പറ, അച്ഛൻ വഴക്ക് പറയാം. അവരാരാ? നീ എങ്ങനെ അടി വീട്ടില് പറ, നീ സത്യം പറ, നാട്ടിൽ അറിയട്ടെ. ആരോടാ പറയുന്നത്? നീ അവരോടൊക്കെ പറഞ്ഞാൽ മതി. പറയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എടുത്ത് കണ്ടോളൂ. പറഞ്ഞോ. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയാറ്റം ഇനി പിടിച്ചെടുക്കും. മക്കള് എപ്പി എങ്ങനെ? അതുകൊണ്ട് ഞാനത് പറഞ്ഞത്, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. അതല്ലാത്തടത്തോളം എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളെയോ വെച്ച് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നിനക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. 100%. കാര്യം, ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ ആക്ഷേപിക്കത്തക്ക ലക്ഷ്യത്തോടു കൂടിയിട്ട്, എനിക്കെതിരെ രാഷ്ട്രീയം കളിക്കത്തക്ക ലക്ഷ്യത്തോടു കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരുത്തി എന്റെ ഭാര്യയോ എന്റെ മക്കളുടെയോ പേരിൽ അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ, അതിന്റെ പേരില് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്റെ ഭാര്യയോ എന്റെ മക്കളോ അവർക്കൊരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട. എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എനിക്കെതിരെ എന്ത് മര്യാദകളും കാണിക്കാം. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. സന്തോഷപൂർവ്വം നിങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. പകരം എനിക്കെതിരെ തെറിവിളിക്കാൻ നടക്കുന്ന കുറെ തീവ്രവാദികളുണ്ട്, എന്നെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ആക്രമിച്ചോളൂ, മതപരമായി ആക്രമിച്ചോളൂ. ഇതൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. മറിച്ച് ലക്ഷ്മി പല ഇന്റർവ്യൂകളും ബിഗ് ബോസിന് മുൻപ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇവളും തമ്മിൽ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ എന്റെ അറിവിലോ എന്റെ കാഴ്ചയിലോ ഒരുപക്ഷെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതെന്റെ മക്കളെടുത്ത് ചോദിച്ചാൽ അവര് പറയും എപ്പോഴെങ്കിലും. അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സഹിച്ചും ഇതൊക്കെ കഴിയുന്ന, നിങ്ങൾ പറയുന്നത് പോലെ കഴിയണമെന്ന് എനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പോയത്. ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും വളരെ സ്ട്രോങ് ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എന്ത് സഹിച്ച് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർ ഈ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സഹിച്ച് അല്ലെങ്കിൽ അയ്യോ പാവത്തെ പോലൊന്നും ഞാൻ അങ്ങനെ കഴിയത്തുമില്ല. എനിക്കങ്ങനെ കഴിയേണ്ട ഒരു സിറ്റുവേഷൻസ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുമില്ല. കുറെ എണ്ണം കുറെ നാളുകൊണ്ട് തുടങ്ങിയതാണ്. മറ്റേ
ചിലപ്പോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നതാവാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ കണ്ട് ആ ഒരു വിഷമത്തോടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നത്. പക്ഷെ ഞാനായിട്ട് നിങ്ങളോട് പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ എന്റെ ലൈഫിലുണ്ടായി എന്നേ ഞാൻ പോയേനെ. ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ക്ഷമിച്ചോ ഒരു കഴിയുന്ന ഒരാളാണ്. അതെന്റെ മക്കൾക്കറിയാം. ഇവിടെ ഞാനുമായിട്ട് സഹിക്കുന്ന എന്റെ മക്കളെ ഈ എപ്പിയുടെ സ്വഭാവം എങ്ങനെയാ മക്കളെ പറ? എവരാ ഓടി വരുന്നത്, അച്ഛാ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞോണ്ട് ഓടി വരുന്നത്. എപ്പി പറയുന്ന എന്തെങ്കിലും കാര്യം അച്ഛൻ ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ 10 ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇച്ചിരി അണ്ണ എവിടെന്നെങ്കിലും വീട്ടുകളിൽ കരിയേപ്പില ഉണ്ടെങ്കിൽ കൊണ്ടുവരണെന്ന് പറഞ്ഞപ്പോ ഒരു എനിക്ക് കരിയേപ്പ് മൊത്തം ഓടിച്ചോണ്ട്. കറിവേപ്പിലയുടെ കാര്യം കറിവേപ്പിലയുടെ കാര്യം പറയാനല്ല അല്ല എന്ത് പറഞ്ഞാലും തങ്കു വരുന്ന കമന്റ് വായിക്കുക. നമുക്ക് അത് കുഴപ്പമില്ല മക്കളെ. നമ്മളെ പറമ്പിൽ വന്ന് പട്ടികളെ തൂറി വെക്കാറില്ലേ, അതേ കണക്ക് കുറെ ആൾക്കാർ നമ്മളതങ്ങ് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്തി എഴുതിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. തങ്കു ഇങ്ങനെ നോക്കുക. മക്കളെ നിങ്ങള് മെനഞ്ഞാന്ന് ഏത് സിനിമയെ കാണാൻ പോയത്? വാഴ 2 കണ്ടോ? എത്ര മണിക്ക് ആരൊക്കെയാ കാണാൻ പോയത് വാഴ 2? ആരൊക്കെയാന്ന് പറ. ഞാനും എപ്പിയും തങ്കു മുത്തു. അച്ഛൻ വന്നോ? ഇല്ല. മക്കള് എത്ര മണിക്കാ പോയിട്ട് തിരിച്ചു വന്നേ? 11 മണി. രാവിലെയോ രാത്രിയിലോ? രാത്രി. മെനഞ്ഞാന്നിന്റെ തലേന്നാന്ന് തോന്നുന്നു വാഴ 2 ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയത്. അങ്ങനെ ഭാര്യയും മക്കളെയും വീട്ടിനകത്ത് തളച്ചിടുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയില് എന്റെ ഭാര്യയ്ക്ക് 11 മണിക്ക് പോയിട്ട് വരാൻ പറ്റുമോ? എടി നീ സ്വന്തമായിട്ട് വാഹനത്തില് അല്ലേ ഈ എറണാകുളത്ത് നടക്കുന്നേ? ഞാൻ മിനി കൂപ്പർ വാഹനം മേടിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നീ പണ്ടുള്ള സ്വർണം വിറ്റതിന്റെ പേരില് ഇവക്ക് വേണ്ടതിലധികം സ്വർണം മേടിച്ചു കൊടുത്ത ഭർത്താവാണ് ഞാൻ. ഇവക്ക് അല്ല ഞാൻ ചോദിച്ചത് ഇവർക്ക് ഈ സമൂഹത്തില് കുടുംബം കലക്കാൻ നടക്കുന്ന ഈ നാറികള് ഒന്ന് ചുമ്മാ അറിയട്ടെ എന്താണ് കുടുംബം, എന്താണ് ആ കുടുംബത്തിന്റെ മൂല്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ പോലും എന്തടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാല കുടുംബം എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു മൂല്യം. നിനക്ക് എത്ര പിള്ളേരെ വേണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം? ഇവക്ക് അഞ്ച് മക്കളെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. 5 മക്കളെ വേണമെന്ന് അവൾ ആഗ്രഹിച്ചത് ഞാൻ എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചില വീടുകളിൽ പെണ്ണുങ്ങളെ പിടിച്ചിട്ട് ഭർത്താക്കന്മാർ ഗർഭിണിയാക്കുന്ന പരിപാടിയിലുണ്ട്. ഇന്ന് രാവിലെ നീ എന്താ പറഞ്ഞ പോയി കെട്ടടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് രാവിലെ അവള് പറഞ്ഞത് അവളുടെ ഇത് ഈ എന്താ ട്യൂബ് ഫിലോപ്പിൻ ട്യൂബ് എന്തായാലും മാങ്ങാത്തൊലിയിൽ ട്യൂബ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവരെന്ത് പറഞ്ഞാലും ഇതിപ്പോ ഈ ട്യൂബ് അടിക്കാത്തതിനോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യലി ശാരീരികമായിട്ട് പ്രായമാവുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്ന സന്തോഷങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തോളൂ. എന്റെയും ഈ കുടുംബത്തിനകത്തും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റ് ആക്കി ആഘോഷിക്കും. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്തു വെച്ച് നിങ്ങളുടെ കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിച്ചാൽ മതി. അല്ലാതെ ഈ മറ്റൊരാളുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. അത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല. എന്റെ ഭാര്യയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വിഷമം ഉണ്ടായെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ഫെമിനിസ്റ്റുകളെയും ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ല. അവളുമാര് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. ഭർത്താക്കന്മാരെ ആട്ടിയും ഭർത്താക്കന്മാരെ പുച്ഛിച്ചും സ്വന്തം അച്ഛനെ വെറുത്തും നീയൊക്കെ ജീവിക്കുക. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരെയും കുടുംബത്തിനകത്തേക്ക് കയറി വന്ന് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോ ഞങ്ങളുടെ കുടുംബത്തിനുള്ളിലേക്ക് കയറി വന്ന് ഈ കുറച്ച് ഞാനിതങ്ങ് കളഞ്ഞതാണ്. കുറെ എണ്ണത്തിന് ഒരു പണിയില്ലല്ലോ. ഏതെങ്കിലും ഒരുവൻ എങ്ങനെങ്കിലും കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടവനെ പറ്റി പറഞ്ഞ് ജീവിച്ച് തിന്നുന്ന ഇത്തിൽക്കണ്ണികളായി മാറരുത് നിങ്ങൾ. ഞാൻ മറ്റൊരാളെ പറഞ്ഞു ആക്ഷേപിച്ചും ജീവിതത്തിൽ രക്ഷപ്പെട്ടവനല്ല. പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാൻ സ്വന്തമായി ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതിനു ശേഷം മലയാള സിനിമയിൽ ഒരു സംവിധായകനായതിനു ശേഷം നിരവധി ചാനൽ ചർച്ചകളിൽ ഭാഗമായി അതിന്റെ ആ ഒരു ഇമ്പാക്റ്റിൽ അങ്ങനെ ഒരു പ്രൊഫൈൽ സൃഷ്ടിച്ചതിന് ശേഷം ബിഗ് ബോസിൽ പോയി അവിടെ 100 ദിവസം നിന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്ത് ജയിപ്പിച്ചിറങ്ങിയതിനു ശേഷം ഞാൻ എന്റെ സ്വന്തം കഴിവിലും എന്റെ അധ്വാനത്തിലും മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലാതെ നാട്ടുകാരുടെ കണ്ടന്റ് ഡെയിലി എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തതിന്റെ പേരിൽ കോമാളിത്തരങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടാക്കി പോകുന്ന ഒരാളല്ല.
അതുകൊണ്ട് അവനവന്റെ കഷ്ടപ്പാടിലും അവനവന്റെ അധ്വാനത്തിലും സ്വന്തമായിട്ട് ഉയർന്നു വന്നിട്ട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നോക്കൂ. ഞാനും ഒന്നുമില്ലായ്മയിൽ നിന്നും ജനിച്ചവനാണ്. എന്നെ ഒരാളും സഹായിച്ചിട്ട് മുന്നോട്ട് സഞ്ചരിച്ച ഒരാളൊന്നും അല്ല ഞാനും. ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്ത ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ കുടുംബത്തിനുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ നിലവിൽ ഇവിടുന്ന് ഒരാളും പരാതി പറയാത്തിടത്തോളം കാലം. തങ്കു എന്തായാലും പരാതി പറഞ്ഞോടി ആരോടത്തിലും. നീ എന്തിനാണ് ഇരുന്ന് കമന്റ്സ് വായിക്കുന്നത്? ആ മക്കൾ എന്തായാലും ആരോടത്തിലും പരാതി പറഞ്ഞു. മക്കളുടെ സ്കൂളിൽ അച്ഛനെ പറ്റി എന്താ പറയുന്നത്? അച്ഛനെ പറ്റിയിട്ട് ആ സ്കൂളിലെ ടീച്ചർമാരൊക്കെ എന്താ പറയുന്നത്? നീ ഇന്നാളെ പറഞ്ഞു. അപ്പോ പിന്നെ ഈ പ്രൊഫൈലിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ ആരെയും ക്ഷണിച്ചു വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് തെറി വിളിക്കണോ? നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങളുടെ ഉമ്മ വീട്ടിൽ കാണും, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ കാണും. ഒരു കാര്യം അവരെ പോയി തെറി വിളിച്ചോ. ഈ പ്രൊഫൈലിൽ വന്നിട്ട് ഒരല്പം സാമാന്യ മര്യാദയുള്ളവനാണെന്നുണ്ടെങ്കിൽ 2 കുട്ടികൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നും ആ കുട്ടികൾ ഇത് വായിക്കുമെന്നും പോലും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത അത്രയേറെ ഈ ഭൂമിയിലെ നികൃഷ്ട ജന്മങ്ങളോടൊക്കെ നമ്മൾ എന്ത് മറുപടിയാ പറയുക? എടി പറയടി, കുറെ എണ്ണം നീ നിന്റെ വിഷമം കണ്ടിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് നീ ഒന്ന് പറയാതെ. നീ എന്താ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ നീ എന്റെ നെഞ്ചത്ത് കയറുന്നതാണല്ലോ. നീ പറ. നിനക്ക് പറയാൻ പറ്റില്ല ഞാൻ ലൈവിൽ വന്നത്. നീ പറ. നീ സംസാരിക്കും. നീയാണ് സംസാരിക്കേണ്ടത്. ഞാൻ ലൈവിൽ വന്നതിന്റെ കാരണം നീ സംസാരിക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ പിന്നെ നമുക്കൊക്കെ ക്ഷമിക്കുന്നതിനൊക്കെ കുറെ പരിധിയില്ലേ? കുറെ എവിടാണ്ട് കിടക്കുന്ന കുറെ ആലവലാതി ഇവളുമാർ ആരാണ് നമ്മുടെ കുടുംബത്തെ പറ്റി സംസാരിക്കാൻ? നീ അങ്ങോട്ട് പറ. ഈ ലോകത്തുള്ള കുടുംബങ്ങളെല്ലാം നശിച്ചില്ലാതായി കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഏപ്പരാജി പട്ടികളെ ലോകം തിരിച്ചറിയണ്ടേ? നീ പറ. അവളുമാര് നിന്റെ വിഷമം ഉണ്ടാക്കാൻ നടക്കും. നിനക്ക് എവിടാണ് എന്നെ കൊണ്ട് നിനക്കുണ്ടായിട്ടുള്ള വിഷമം എന്താണ്? നാളെ ഒരു കാര്യം ചെയ്യാം. ഇവള് നിന്റെയൊക്കെ അടുത്ത് വരും. നീയൊക്കെ എന്റെ കുടുംബത്തിൽ നന്നാക്ക്. എന്ത് സഹിക്കുന്നതിനൊക്കെ കുറെ മര്യാദ വേണ്ടേ? നമ്മള് ഉൾക്കൊള്ളുന്നതിനൊരു മര്യാദ വേണ്ടേ? നമ്മളെ ഇപ്പൊ ഒരാളൊരു വിഷയം പറഞ്ഞാൽ അത് തിരുത്തുന്ന ഒരു വിഷയമായിരിക്കണം സംസാരിക്കേണ്ടത്. വീടിനുള്ളിൽ സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു കുടുംബത്തെ പറ്റിയിട്ട് നിങ്ങൾ വന്നിരുന്ന കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ സന്തോഷത്തോട് കഴിയുന്ന ഒരു ഭാര്യ, അവളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എന്ത് ചേഞ്ചാണ് അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് ഞാനിപ്പോ ഇത്രയും സംസാരിച്ചത് ഇനി ഈ രീതിയിൽ ഞാൻ പറഞ്ഞ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അവര് പറഞ്ഞിട്ടുള്ളതൊക്കെ അതാത് സാഹചര്യങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് തന്നെ ഏതാണ്ട് എത്തി. എനിക്ക് തോന്നുന്നു അവളുടെ അമ്മ അച്ഛനോട് കിടക്കുന്ന കണ്ടന്റ് അവർക്ക് കിട്ടിക്കാണത്തില്ലെന്ന് തോന്നുന്നു. നിന്റെ ഒരു പഴയ ഇന്റർവ്യൂ എടുത്തു വെച്ചിട്ട് അത് ബിഗ് ബോസ് സമയത്ത് ബിഗ് ബോസിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു നിമിഷമായിരുന്നു സ്വിമ്മിംഗ് പൂളില് ഞാനും ശോഭയും തമ്മിൽ ആ ഡ്രസ്സ് ഇടുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അത് ഒരുപാട് ആൾക്കാർ ആഘോഷിച്ച ഒരു സീക്വൻസ് ആണ്. ആ സമയത്ത് ആ സീക്വൻസ് വലിയ വൈറലായ സമയത്ത് ലക്ഷ്മി എടുത്ത് ഇതിനകത്ത് തെറി വിളിക്കുന്നവരടുത്ത് ഞാൻ വീണ്ടും പറയുന്നു, നിന്റെയൊക്കെ വീട്ടിൽ ഉമ്മ ഇരിപ്പുണ്ട്, ഉപ്പ ഇരിപ്പുണ്ട്, നീയൊക്കെ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾ ഇരിപ്പുണ്ട്, അവിടെ പോയി തെറി വിളിക്കുക. എന്റെ കുട്ടികൾ ഇരുന്ന് വായിക്കുന്നുണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. തീവ്രവാദികളായിട്ടുള്ള നീയൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ആക്ഷേപിക്കാൻ നടക്കുമ്പോൾ നിന്റെയൊക്കെ തീവ്രവാദ മനസ്സ് നിന്റെയൊക്കെ കുടുംബത്തിൽ കാണിക്കുക. അത് വേറൊരാളുടെ കുടുംബത്തിലേക്കല്ല കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ പറയുന്നു. ഞാനത് നേരത്തെ ഒരു തവണ പറഞ്ഞതാണ്. ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് പറയാനുള്ള മാറ്റർ വേണമെങ്കിൽ കമന്റായിട്ട് നിങ്ങൾ ഇട്ടാൽ കുഴപ്പമില്ല. പക്ഷേ തെറി പദങ്ങൾ ഒരു പരിധി കൂടുതൽ വളരെ മോശമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ഇരിപ്പുണ്ടെന്നുള്ള ചിന്തിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും വേണം. ഞാൻ ഇവരുടെ അടുത്തൊന്നും പറഞ്ഞില്ല. വരാൻ പറഞ്ഞിട്ട് ഞാൻ ലൈവിൽ വിളിച്ചിരുത്തിയതാണ്. അപ്പോ അതുകൊണ്ട് തലകുത്തി നിന്ന് നീയൊക്കെ മറിഞ്ഞാലും ഞാൻ എടുക്കുന്ന നിലപാടുകളിൽ നിന്നോ ഞാൻ എടുക്കുന്ന സ്റ്റാൻഡുകളിൽ നിന്നോ മാറ്റമില്ല. പക്ഷേ ഞാൻ ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ്, എന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്തും പറയാം, എന്തും ഏതറ്റം വരെയും നിങ്ങൾക്ക് പറയാം. യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതിനപ്പുറത്തേക്ക് എന്റെ ഭാര്യയോ എന്റെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഭാര്യയുടെ പേരിലും കുട്ടികളുടെ പേരിലും അവർക്ക് വേദന ഉണ്ടാക്കി എന്ന് പറഞ്ഞ കാര്യം. ഒരാളുടെ മാനസിക വേദന തീരുമാനിക്കാനുള്ള അളവുകോലൊന്നും നിന്റെ ഒന്നും കയ്യിലില്ലല്ലോ. നിനക്കൊക്കെ കണ്ടന്റ് വേണമെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് എടുത്തുണ്ടാക്കി പോകണം. സ്വന്തം കുടുംബത്തിൽ നിന്ന്. വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്ന ഒരു വിഷയത്തിന് സമൂഹത്തിൽ ഏതെങ്കിലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ വിമർശിക്കുക.
ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ കേൾക്കാതെ 1.5 മാസം മുമ്പ് ഞാൻ കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് ഒരു 20 സെക്കൻഡ് അടർത്തിയെടുത്ത് ഞാൻ വ്യാഖ്യാനിക്കാത്ത, ഞാൻ ചിന്തിക്കാത്ത, ഞാൻ പറയാത്ത ഒരു വിഷയം എന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് അതിനു മുകളിൽ ആഘോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു, എന്താണ് ഞാൻ വ്യക്തമാക്കിയതെന്ന് കൃത്യമായി പറഞ്ഞു. പ്രസവം വേദന നിറഞ്ഞ പ്രോസസ് അല്ലെന്ന് എന്നെ നിങ്ങൾ എന്തിനാണെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നിൽക്കുന്നത്? ഞാൻ അങ്ങനെ ഏതെങ്കിലും പോയിന്റിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്കത് തിരുത്തേണ്ട കാര്യമുള്ളൂ. ഒരു പെൺകുട്ടി അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിൽ നിന്ന് ഇന്ന് പെൺകുട്ടികൾ അമ്മയാകുമ്പോൾ അതിൽ പ്രസവവേദന മൂലം ഉണ്ടാകുന്ന ഒരു ഭയം സൃഷ്ടിച്ച കാലത്തേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നും തമാശ രൂപേണ ഒരു സിനിമയിൽ ഉപയോഗിച്ച പദത്തെ അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ തമാശ രൂപേണ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞൊരു കാര്യം ആവർത്തിച്ച് അല്ല എന്ന് പറഞ്ഞ് എന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് അതിനെ ഒരു കണ്ടന്റാക്കി നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന മെസ്സേജും ഞാൻ പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ അതിന്റെ തൊട്ടുമുമ്പ് പറയുന്നു, കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവായതിന് കാരണം പ്രസവത്തിന്റെ ഭാഗമായും ഗർഭകാലത്തിന്റെ ഭാഗമായും നമ്മൾ നൽകിയ സുരക്ഷയുടെ ചിന്തകളുടെ ഫലമായിട്ടാണ്. ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ എനിക്ക് സോഷ്യൽ മീഡിയയോ സമൂഹമോ, സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് വന്നതല്ലേ, ഞാനിത് എന്റെ നേരിട്ടുള്ള സമൂഹത്തോട് പടവെട്ടി പൊരുതി കയറി വന്നൊരുവനാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന 4 പേര് എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് മാറ്ററാവുന്ന കാര്യമല്ല. പക്ഷേ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടും ഓരോരുത്തരും കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, അത് ആഘോഷിക്കേണ്ട കാര്യമല്ല. അവർ അവരുടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തെ നിങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം ഞാനും അവളും ബിഗ് ബോസ് ഹൌസിനുള്ളിൽ ജീവിക്കുന്ന ജീവിതമല്ല, കുറഞ്ഞ പക്ഷം ഞങ്ങൾ കുടുംബത്തിൽ ജീവിക്കുന്ന ജീവിതമാണ്. ഞാൻ പറയുന്ന വാക്കുകൾ ലക്ഷ്മിക്ക് ആക്ഷേപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മി പറഞ്ഞ 100,000 വാക്കുകൾ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്ന ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ സമാധാനം, ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ കുടുംബം, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധത്തിലെങ്കിലും ഇനിയെങ്കിലും മുന്നോട്ട് പോവുക.